യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നിങ്ങൾ അവിടെ നോക്കിയേ, ഞാൻ ഇവിടെയൊക്കെ നോക്കാം. ചെല്ലേ. അല്ല, ഇനി നീ കുളിച്ചിരിക്കുന്ന തോർത്തിയപ്പോ താഴെ വീണോ നോക്ക്. അജയേട്ടാ, ഇവിടെങ്ങും ഇല്ലല്ലോ. ഇനി എന്ത് ചെയ്യും? എന്നോടാണോ മോളെ ചോദിക്കേണ്ടത്? നിന്റെ ഉത്തരവാദിത്ത കുറവുണ്ടല്ലേ അത് കളഞ്ഞു പോയത്. ഇവളെ എന്തിനാ പഴിക്കുന്നത്? ഏതായാലും ഈ വീട് വിട്ടവള് പുറത്തു പോയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടുന്ന് അത് എങ്ങനെ പോയി? ഇനി അറിയാതെ ക്ലോസറ്റിലെങ്ങനെ വീണു പോയതാണോ? ഞാനത് വീട്ടിൽ ഉപയോഗിക്കാറില്ലല്ലോ. എനിക്ക് ഉറപ്പ് ഇതാരോ മോഷ്ടിച്ചതാ. ആര് മോഷ്ടിക്കാൻ? ആ വേലക്കാരി, അല്ലാതാരാ? ആ പാവസ്ത്രീ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലേ, പിന്നെന്തിനാ? അവര് പറഞ്ഞത് നമ്മൾ എങ്ങനെയാ വിശ്വസിക്കുന്നത്? വേറെ വഴിയില്ലല്ലോ. വഴി ഉണ്ടല്ലോ. എന്തു വഴി? പോലീസ് കംപ്ലൈന്റ് ചെയ്യണം. അത് ശരിയാവല്ല. എന്താ ശരിയാവാത്ത? അതേ ശരിയാവൂ. അവര് വന്ന് ചോദിക്കുമ്പോ അവള് തത്ത പറയുന്ന പോലെ സത്യം പറയും. ചുമ്മാ എന്തിനാ ഈ വീട്ടിലേക്ക് പോലീസിലേക്ക് വിളിച്ച് കയറ്റുന്നത്? ഓ, പിന്നെ പോലീസ് കേറാത്ത വീടാണല്ലോ ഇത്. കാണാതെ പോയതും എന്റെ ഭാര്യയുടെ മാലയല്ലേ, അതിന് ഏടത്തിനാ എത്ര വെപ്രാളപ്പെടുന്നത്? മാല ഞങ്ങൾ നോക്കിയെടുത്തോളാം. ഏടത്തി അടുക്കള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചുമ്മാ ഇങ്ങനെ ആളുകളെ ഭ്രാന്താക്കാനായിട്ട്. മോള് വാ, നമുക്ക് അവിടെ നോക്കാം. അജയേട്ടാ, എന്താ മോളെ? നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. നിനക്കറിയാത്തോണ്ടാ. അവന്മാരെയൊക്കെ ഇതിനകത്തോട്ട് കയറി ആകെ കുഴപ്പാവും. എന്തു കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇപ്പോ നിനക്ക് ആ സിന്ധുവിനെയാണോ സംശയം? എനിക്ക് ആരെയും സംശയമില്ല. പോലീസ് വരട്ടെ, അവര് കണ്ടുപിടിക്കട്ടെ ആരാ മോഷ്ടിച്ചെന്ന്. മോളെ, അത് വേണോ? വേണം. എടി, പുറത്തൊക്കെ അറിഞ്ഞത് മാനക്കേടല്ലേ? എന്ത് മാനക്കേട്? അല്ല, തീക്കട്ടൽ ഉറുമ്പരിച്ചെന്നൊക്കെ കേട്ടാ. 65% ഓഹരി ആരും അറിയാതെ അച്ഛമ്മയുടെ പേരിൽ വന്നപ്പോ ഇവിടെ എന്തെല്ലാം പുകിലുണ്ടായി. അതിന്റെ പേരിൽ എത്ര തവണ പോലീസ് കയറി ഇറങ്ങി. അന്നൊന്നും ഇല്ലാത്ത മാനക്കേട് ഇപ്പൊ എന്താ? അല്ല, അന്ന് അച്ഛമ്മ. അജയേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ പറ, ഞാൻ പോവാം. നീയോ? എന്റെ മോള് പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ കയറുകയെന്ന് പറഞ്ഞ എന്താ? ഞാൻ മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ലേ? അജയേട്ടൻ ഇത്ര വേഗം മറന്നുപോയോ? അന്ന് കീർത്തന കേസ് കൊടുത്ത് അജയേട്ടനെ അകത്താക്കിയപ്പോ ഇറക്കാൻ ഞാൻ കൂടിയല്ലേ വന്നത്. ഞാൻ പോവാം. എനിക്ക് ആ മാല തിരിച്ചു കിട്ടിയേ പറ്റൂ. വേണ്ട, നീ പോണ്ട, ഞാൻ പൊക്കോളാം. എന്റെ തങ്കക്കുടത്തിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ വിഷമിക്കണ്ട. ആ മാല ഞാൻ എങ്ങനെയും കണ്ടുപിടിച്ചു തരും. പോലീസ് സ്റ്റേഷനിലോട്ട് പോയി വലിഞ്ഞു കയറണമല്ലോ. ഓ, ഇവനായിരുന്നോ? എന്താ സാർ? ഓ, ഒന്നുമില്ല. തൊണ്ടിമുതൽ എന്ത് ഇപ്പൊ കൊണ്ടുവരാം സാർ. ജോസഫേ, തൊണ്ടിമുതലോ? ഇതാ സാർ. അയ്യോ സാർ, ഞാൻ എന്ത് തെറ്റ് ചെയ്യിച്ചാ? കഥയൊക്കെ സ്റ്റേഷനിൽ പോയി പറയാം. സാർ, ഞാൻ ചെയ്തിട്ടില്ല. അങ്ങോട്ട് നടക്കടാ. സാർ ഒന്നും ചെയ്തിട്ടില്ല സാർ.
കേറടാ അങ്ങോട്ട്. സാർ ഒന്ന് ചെയ്യരുത്. സാർ അടിക്കും. സാർ ഒരു കാര്യമില്ല, ചുമ്മാ തല്ലല്ലേ സാർ. കാര്യമുണ്ടോ ഇല്ലെന്ന് ഞാൻ കാണിച്ചു തരടാ. ഈ മാല നീ ഇവിടെ നിന്നാണ് മോഷ്ടിച്ചേ? അയ്യോ സാർ, ഞാൻ മോഷ്ടിച്ചൊന്നുമല്ല സാർ. എന്റെ ഫ്രണ്ട് പണയം വെക്കാൻ തന്നതാ. കൊള്ളം പറയുന്നു. ഡയമണ്ട് മാല തന്നെ നിനക്ക് പണയം വെക്കണോ അല്ലടാ? സാർ ഇത് ഡയമണ്ട് എന്നല്ല, ഗോൾഡ് ആണ്. അവന്റെ ഒരു ഗോൾഡ്. അയ്യോ മോനെ, മോനെ സുനീഷേ. അയ്യോ സാറേ, എന്റെ മോനൊന്നും ചെയ്യില്ല സാറേ. അങ്ങോട്ട് മാറ്. മോനൊന്നും അങ്ങോട്ട് മാറി നിൽക്കാൻ അങ്ങോട്ട്. വിളിച്ച് വണ്ടി കയറ്റാണ്. നിങ്ങൾ ഈ കാണിക്കുന്നത് വാടാ ഇങ്ങോട്ട്. കാര്യം എന്താ? സാർ, അപ്പാ. സാറേ, വാടാ ഇവിടെ. സാറേ, കാര്യം എന്താ? സാറേ, സാർ സാർ ഞാൻ ഒന്നും ചെയ്യില്ല സാർ. ഒരു തെറ്റും ചെയ്യില്ല. അപ്പാ. എന്താ അപ്പാ. മോനെ കാര്യം? അപ്പാ. അപ്പാ. അപ്പാ, കൊണ്ടുവരൂ. സാർ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല സാർ. എന്റെ മോനെ കൊണ്ടുവല്ലേ സാറേ, ഞാൻ കാൽ പിടിക്കാൻ എന്റെ മോനെ കൊണ്ടുവല്ലേ. അയ്യോ, എന്റെ ദൈവമേ, എന്തോ ചെയ്യുന്നു സാറേ. സാർ കൊണ്ടുപോകുന്നു സാർ. മോനെ, 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 സുനീഷേ, മോനെ, സുനീഷ്, മോനെ, 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 സുനീഷേ. അയ്യോ. അതെ, എന്താ എന്താ ഉണ്ടായത്? എന്തിനാ എന്റെ മോനെ പോലീസ് പിടിച്ചോണ്ടോയത്? മോഷണം മുതല് പണയം വെക്കാൻ കൊണ്ടുവന്നേനെ. മോഷണം മുതലോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങൾ പറഞ്ഞല്ല, നിങ്ങളുടെ മോൻ കൊണ്ടുവന്ന ലക്ഷങ്ങൾ വിലയുള്ള ഡയമണ്ട് വെച്ച മാല. ഡയമണ്ട് വെച്ച മാലയോ? എന്നോടാണോ ചോദിക്കുന്നേ? പോയി ആ പോലീസുകാരോട് ചോദിക്കാം. തൊണ്ട് മുതൽ അവർ കൊണ്ടുപോയിട്ടുണ്ട്. സാറേ, അയ്യോ, അയ്യോ. ഹലോ. എടി, നീ ആ മാല എത്രയും പെട്ടെന്ന് ആരും കാണാത്ത എവിടെയും കൊണ്ടിടണം. എവിടെയെങ്കിലും വെച്ചാൽ വൈദ്യരെ കാണുന്നത് തോന്നിടണം. ആ മാല എന്റെ കയ്യിലില്ല ചേട്ടാ. ഇല്ലെന്നോ? നീ എന്തോടി പുല്ലായി പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാ. ഞാനതെന്റെ ആങ്ങളയ്ക്ക് ഒരു അത്യാവശ്യം വന്നപ്പോ പണയം വെക്കാൻ കൊടുത്തു. എന്റെ ദൈവമേ. എടി പുല്ലേ, ചുമ്മാ പോകരുതെന്ന് പറയല്ലേ. എന്റെ ജീവിതം വെച്ചാടി നീ കളിച്ചത്. അത് തന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലടി, അത് അവൾ ചോദിക്കുമ്പോൾ തിരിച്ചു തരണമെന്ന്. അതിന് ഞാൻ അറിഞ്ഞു ഇത്രയും പെട്ടെന്ന് പിടിക്കപ്പെടുമെന്ന്. ഇനി അതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊന്ന് ഊരാൻ നോക്ക്. എങ്ങനെ ഊരൊന്നുകൂടി നീ പറഞ്ഞതാ? ഞാനിപ്പോ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ വാതിക്കല്ല. കേസ് കൊടുക്കാൻ അവൾ അവിടെ നിന്ന് നിർബന്ധിച്ചോണ്ടിരിക്കുക. അറിയാമല്ലോ, കേസ് വന്നാ ഞാനും നീയും എല്ലാരും കൊടുക്കും. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നത്. ഞാൻ കേസ് കൊടുത്തില്ലെങ്കിൽ അവള് നേരിട്ടൊന്ന് കേസ് കൊടുക്കുന്ന പറയുന്നത്. അയ്യോ, അയ്യോ, നീ അവള് വിളിക്കുന്നു. ഈശ്വര, ഞാൻ എന്തോ ചെയ്യും? നീ വെച്ചേ വെക്കടി വെക്കടി. ആ മോളെ പറ. അജയേട്ടൻ സ്റ്റേഷനിലെത്തിയോ? ഇല്ല മോളെ, ഇപ്പൊ എത്തും. എന്താ മോളെ, മാല കിട്ടിയോ? ഇല്ല. പിന്നെ കംപ്ലൈന്റ് കൊടുക്കുമ്പോഴേ ആ സിന്ധുവിന്റെ പേര് കൂടി കൊടുക്കണം. അതെന്തിനാ? അവള് മാത്രമായിരുന്നല്ലോ ഇവിടെ പുറത്തുനിന്നും ഉണ്ടായിരുന്നത്. ആണോ? നീ കൊടുക്കാം മോളെ. എന്നെ വേഗം ചെല്ല്. ഓ പോണ്. ഈശ്വര, ഇനി എന്തു ചെയ്യും?